എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ 2 നില വീട് നമുക്കൊരു ലോ ബഡ്ജറ്റ് വീട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ മലയം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത്. നമുക്ക് വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്താണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്കൊരു 12 കിലോമീറ്റർ, നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്റർ, നമുക്ക് ഇവിടുന്ന് പ്രാവച്ചമ്പലം 4 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ പ്രാവച്ചമ്പലത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്ററേ വരുന്നുള്ളൂ. നമുക്ക് ഈ വീട് നിൽക്കുന്ന 3,400 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,450 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമ്മൾ 3 ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മളിവിടെ കാർ പാർക്കിങ്ങിന് 3 കാറുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ 2 കാർ ഇടാൻ പറ്റും. നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു വലിയ കാറുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് വീട് ചെയ്തിരിക്കുന്നത് നമുക്കൊരു കണ്ടംപററി ഡിസൈനിലാണ് വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ 4 സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ 2 കാറുകളുള്ള സ്പേസാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ഗ്രിപ്പുള്ള ടൈലും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ കുടികളത്ത് നമുക്ക് കിണറും വരുന്നുണ്ട്. നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വരുന്നത് നമുക്ക് പ്ലാവാണ്. നമുക്ക് പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ചെറിയ രീതിയിൽ 4 സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 4:2 ടൈലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഹൗസ് സൈഡിൽ കളർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് ആണ്. അതുപോലെ നമുക്ക് അകത്ത് ഇന്റീരിയർ നമ്മൾ കളർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ TV യൂണിറ്റിൻ്റെ സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ TV യൂണിറ്റിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട് കബോർഡിൽ. നമ്മുടെ ഹാളിൽ നമ്മുടെ ഡൈനിങ് സെക്ഷനിലൊക്കെ നമുക്ക് 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബോർഡും കാര്യങ്ങളാണ് നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനിലെ പോയിന്റിൽ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമ്മുടെ ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും വയ്ക്കാനുള്ള നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ അതിനോട്ട് പോകുന്ന മുമ്പേ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കട്ടിത്തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് നമുക്കിത് 12:12 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ നമ്മുടെ 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിലെ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ടൈല് വരുന്നതെന്ന് നമുക്ക് 4:2 ടൈലാണ് വരുന്നത്. അപ്പോസി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ കബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് നമ്മൾ നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമ്മൾ നല്ല കൂടിയ ബോർഡാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജലദോഷമുണ്ട്, സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മൾ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ 3 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് നമ്മുടെ വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വാഷ്റൂം വന്ന് നമുക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ. നമ്മുടെ വാഷ്റൂം നമുക്ക് പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് നല്ല സ്പേസാണ്. നമ്മുടെ ബെഡ്റൂം നമുക്ക് 3 ബെഡ്റൂമും നമുക്ക് 12:12 അതുപോലെ 12:13 ബെഡ്റൂമൊക്കെയാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്ക് 12:11 നമ്മുടെ കിച്ചൺ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ കിച്ചണിൻ്റെ സൈസും കാര്യങ്ങളും. അതുപോലെ നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചണിലെ ടൈലൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈലും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലാണ് നമ്മുടെ കിണർ വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലാണ് നമ്മുടെ കിണർ വരുന്നത്. നമുക്ക് നനയലും കാര്യങ്ങളും ബാക്കിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിൽ നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് നമ്മളിവിടെ വലിയൊരു കാർ ഇടാൻ പറ്റിയ കാർ പോർച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു കാർ ഇടാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ബാക്കിൽ വലിയൊരു കാർ ഇടാം. നമുക്ക് ഫ്രണ്ടിൽ 2 ചെറിയ കാർ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്കിത് നമ്മുടെ റോട്ടിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നമുക്കിവിടെ റോട്ടിൽ നിന്നാണ് നമുക്ക് കാർ ഇടാൻ പറ്റുന്നത്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഗ്രില്ല് നമ്മൾ ചെറിയ രീതിയിൽ ഗ്രില്ലിൽ ഫ്ലവറും കാര്യങ്ങളും അതുപോലെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൽ നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഇരുമ്പിലാണ്. അത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ ചെറിയൊരു ഫാൻസി ലൈറ്റും കാര്യങ്ങളും നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്നിടത്ത് ചെറിയൊരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വന്നത്. ഒരു ബെഡ്റൂം നമുക്ക് 12:12 ഒരു ബെഡ്റൂം വന്നിട്ട് 13:12 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ, അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു TV യൂണിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്.
സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഫോർ സീലിംഗ്, നമ്മൾ നല്ല വലിയ രീതിയിൽ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് 12x13 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് വലിയ രീതിയിലാണ് കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് വലിയൊരു വാഷ്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലിംഗ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് അടുത്ത് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് 12x12 ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഫോർ സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമ്മളെ 3 നമുക്ക് സെയിം കബോർഡാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 3 നമ്മൾ സ്റ്റോറേജ്, നമ്മൾ നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. 3 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ 3 ബെഡ്റൂമിൽ നമ്മൾ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. അതുപോലെ നമ്മളെ ഡോറൊക്കെ, നമ്മളെ ഫ്രണ്ടിലെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്. അതൊക്കെ നമ്മൾ നല്ല ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഫോർ സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് നല്ല ആംബിയൻസ് ആണ്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് എല്ലാ വീട്ടിലും നമുക്ക് ആൾത്താമസം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് നമുക്ക് 3,400 സെൻറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,450 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂം നമുക്ക് വലിയ ബെഡ്റൂമാണ്. നമുക്ക് 12x12 അതേപോലെ 12x13 നമ്മൾ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് വലിയ വാഷ്റൂമും കാര്യങ്ങളാണ് വരുന്നത്. കിച്ചണൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമുക്കിവിടെ 3 കാർ പാർക്കിങ്, ഫ്രണ്ടിൽ 2 കാറും നമുക്ക് ബാക്കിൽ നമുക്ക് വലിയൊരു കാറുള്ള സ്പേസും വരുന്നുണ്ട്. കുടിവെള്ളത്തിന് നമ്മുടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോൺ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് പ്രാവച്ചമ്പല പുതിയ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ വരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് തമ്പാനൂര് പോകാൻ വേണ്ടി 12 കിലോമീറ്ററും നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് വീട് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിനെ പറ്റിയ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മാർക്കിൽ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.